എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഈശോ തന്നോടുകൂടി ആയിരിക്കുവാനായി ഒരാളെ വിളിക്കുന്നുണ്ട്. ആ വിളിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലുണ്ട്. അവരുടെ ജീവിതം പൊതുവെ വളരെയധികം കഷ്ടതയും സഹനങ്ങളും വേദനകളും നിറഞ്ഞതായിരിക്കും. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ മനുഷ്യരുടെ പ്രധാന ദൗത്യം. എൻ്റെ കുടുംബത്തിലെ ഈശോയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ വിലയിരുത്തിയെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന് സമാധാനമായി ഈശോയോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം എപ്പോഴും ആ കുടുംബത്തിൽ തകർച്ചയും പ്രതിസന്ധിയും മാത്രമായിരിക്കും. ഞാൻ പൊതുവെ കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതാരാണ് ആ ഈശോ മാറ്റി നിർത്തിയ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഏറ്റവും കഴിവുള്ള വ്യക്തിയായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ വ്യക്തിയിലായിരിക്കും വന്ന് ചേരുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഈ വ്യക്തിയെ ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചില കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് യാതൊരുവിധ അംഗീകാരമോ ഒന്നും കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ ഈ വ്യക്തികളായിരിക്കും ആ കുടുംബത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളെല്ലാവരും നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരായിരിക്കും. അപ്പോൾ അതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരു കുടുംബത്തിൽ എല്ലാവരും ഭയങ്കരമായി ധാരാളിത്തത്തിൽ ജീവിക്കുന്ന കുടുംബം. എന്നാൽ ഒരാൾ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾ. അപ്പോൾ ബാക്കി ഉള്ളവരെല്ലാം ഇയാളെ കുറ്റപ്പെടുത്തും. താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, തനിക്ക് കുറേ കൂടി ആർഭാടമായിട്ട് ജീവിക്കാൻ മേലെ എന്നൊക്കെ ചോദിച്ച് ശകാരിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ഈ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് ഇവരുടെയൊക്കെ ആത്മീയ രക്ഷയാണ്. ഇയാൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ പറയും, എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവരുടെയൊക്കെ ആത്മാവ് നശിച്ചു പോവുകയില്ലേ എന്ന്. അപ്പോൾ ഈ മനുഷ്യന് അങ്ങനെ തോന്നാൻ കാരണം ഈ മനുഷ്യനെയാണ് ഈശോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. മനുഷ്യർക്ക് മാനസാന്തരങ്ങളുണ്ടാവും. പക്ഷെ അവർക്ക് ഒത്തിരി സഹിക്കേണ്ടിയൊക്കെ വരും. കഷ്ടതയും വേദനയും ദുഃഖമൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. ഈ ഒരു വിഷയമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം വളരെ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കേണ്ടത് സത്യത്തിൽ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, കഴിഞ്ഞുപോയ തലമുറയ്ക്ക് വേണ്ടിയും ഇപ്പോഴുള്ള തലമുറയ്ക്കും വേണ്ടിയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന തലമുറയ്ക്കും വേണ്ടിയും ഇവർ പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കുടുംബം ഈശോയുടെ മുമ്പിൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുടുംബമായി മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അത്തരം വ്യക്തികളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാകുകയും
അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ മറ്റുള്ള വ്യക്തികൾ നശിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കുടുംബത്തിലെ ഈശോ തിരഞ്ഞെടുത്ത വ്യക്തി ആരാണെന്ന് ഓരോ വ്യക്തിയും സ്വയം വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്.